ഹായ് എവരിവൺ, വെൽക്കം ടു ജയിലൻ പി എസ് സി. നമ്മുടെ ജയിലൻ പി എസ് സിയുടെ പുതിയ യൂട്യൂബ് ക്ലാസ്സിലേക്ക്, കറണ്ട് അഫെയർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനു മുമ്പ് നമ്മൾ കുറച്ച് പാർട്സ് ആയിട്ട് കറണ്ട് അഫെയറിൻ്റെ ക്ലാസ് എടുത്തിരുന്നു. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അത് കാണുക. നമ്മൾ 2024 നവംബർ തൊട്ടുള്ള കറണ്ട് അഫെയർസ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി, അതുകൂടാതെ മാർച്ചിലെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോകാം. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. വരാൻ പോകുന്ന എല്ലാ എക്സാമിനേഷനും, 2025 എല്ലാ എക്സാമിനേഷനും ഈ 2025 ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫെയർ അല്ലെങ്കിൽ മാർച്ച് മാസത്തെ കറണ്ട് അഫെയർ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഫസ്റ്റ് വരുന്നത് ലോക തണ്ണീർത്തട ദിനം. ഓക്കെ, അതെന്താണെന്ന് നമുക്കറിയാം. ഫെബ്രുവരി 2-ാം തീയതി അല്ലേ? അതല്ല നമ്മുടെ ക്വസ്റ്റ്യൻ. 2025 ലോക തണ്ണീർത്തട ദിനത്തിന്റെ തീം എന്താണ്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താണ് തീം? പ്രൊട്ടക്ടിങ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ. നമ്മുടെ പൊതുഭാവിക്കായിട്ട് തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് 2025 ലോക തണ്ണീർത്തട ദിനത്തിന്റെ തീം എന്ന് പറയുന്നത്. എന്താണ്? നമ്മുടെ പൊതുഭാവിക്കായിട്ട് തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക. അതാണ് തീം. നെക്സ്റ്റ് വരുന്നത് 2025 അണ്ടർ-19 വനിതാ T20 ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയത് ആരാണ്? അത് ഇന്ത്യയാണ്. വനിതാ T20 ആണ്. ഓക്കെ, വനിതാ T20 ലോകകപ്പ് കിരീടം അണ്ടർ-19 ആണ്. 19 വയസ്സ് വരെയുള്ള ആൾക്കാരുടെ ലോകകപ്പാണ്. അത് സ്വന്തമാക്കിയത് ഇന്ത്യയാണ്. റണ്ണേഴ്സ് അപ്പ് ആയത് ദക്ഷിണാഫ്രിക്കയാണ്. ദക്ഷിണാഫ്രിക്കനെയാണ് നമ്മൾ തോൽപ്പിച്ചത്. ഫൈനലിൽ ഇന്ത്യ ജയിച്ചു. ഓക്കെ അല്ലേ? അടുത്ത് വരുന്നത് അണ്ടർ-19 വനിതാ T20 ലോകകപ്പില് 7 മത്സരങ്ങളിൽ നിന്ന് 309 റൺസും 7 വിക്കറ്റും സ്വന്തമാക്കി ലോകകപ്പിലെ താരവും ടോപ്പ് സ്കോററുമായ ആളാരാണ്? അത് ജി തൃഷ എന്ന് പറയുന്ന ഒരു പ്ലെയർ ആണ്. പ്ലെയർ ഓഫ് ദ മാച്ചും അതുപോലെ തന്നെ ടോപ്പ് സ്കോററും ആയത്. സ്വദേശം ചോദിച്ചാൽ തെലുങ്കാന. ഓക്കെ, ജി തൃഷയുടെ സ്വദേശം ചോദിച്ചാൽ തെലുങ്കാന. ആളുടെ പ്രത്യേകത എന്താ? ലോകകപ്പിലെ താരവും ടോപ്പ് സ്കോററും ഒക്കെ ആയിട്ട് മാറിയ ആളാണ്. ആര്? ജി തൃഷ. ഏത് ലോകകപ്പിലാ? വനിതാ അണ്ടർ-19 T20 ലോകകപ്പിൽ. ഓക്കെ, ജയിച്ചത് ആരാ? ഇന്ത്യയാണ് ജയിച്ചത്. ആരെയാണ് തോൽപ്പിച്ചത്? ദക്ഷിണാഫ്രിക്കനെ തോൽപ്പിച്ചു. ഇനി അടുത്തത് കുറച്ച് BCCI, അതായത് നമ്മുടെ ഭാരത് ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ കുറച്ച് പുരസ്കാരങ്ങളാണ്. 2023-24 രാജ്യത്തെ ഏറ്റവും മികച്ച പുരുഷ താരത്തിനുള്ള ഉമിഗ്രർ പുരസ്കാരം ലഭിച്ചത് ജസ്പ്രീത് ബുംറയ്ക്കാണ്. മികച്ച പുരുഷ താരം ആരാണ്? BCCIയുടെ അവാർഡ് പ്രകാരം ജസ്പ്രീത് ബുംറ. വനിതാ താരമാണെങ്കിൽ നമുക്കറിയാം സ്മൃതി മന്ദാന. പുരുഷ താരമാണെങ്കിൽ ജസ്പ്രീത് ബുംറ, വനിതാ താരമാണെങ്കിൽ സ്മൃതി മന്ദാന. പിന്നെ വരുന്നത് സമഗ്ര സംഭാവനയ്ക്കുള്ള CK നായിഡു പുരസ്കാരമാണ്. സമഗ്ര സംഭാവനയ്ക്കായിട്ട് നമ്മൾ കൊടുക്കാറുള്ളത്. ആ പുരസ്കാരം ലഭിച്ചത് നമുക്കറിയാം സച്ചിൻ തെണ്ടുൽക്കറിനാണ് CK നായിഡു പുരസ്കാരം ലഭിച്ചത്. പുരുഷ താരമാണെങ്കിൽ ജസ്പ്രീത് ബുംറ, വനിതാ താരമാണെങ്കിൽ സ്മൃതി മന്ദാന. പുരസ്കാരമാണ്? BCCIയുടെ പുരസ്കാരങ്ങൾ. അടുത്ത ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടാണ്. ദുബായ് വിമാനത്താവളമാണ് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ എയർപോർട്ട് എന്നുള്ള ഒരു റെക്കോർഡ് സ്വന്തമാക്കിയത്. ഓക്കെ അല്ലേ? അടുത്തത് ലോക ചെസ്സിലെ വിംബിൾഡൺ എന്നറിയപ്പെടുന്ന ടാറ്റ സ്റ്റീൽ ചെസ്. അപ്പോൾ ലോക ചെസ്സിലെ വിംബിൾഡൺ എന്നറിയപ്പെടുന്നത് എന്താ? ടാറ്റ സ്റ്റീൽ ചെസ് കോമ്പറ്റീഷൻ ആണ്. ഓക്കെ, അതിൽ വിശ്വനാഥൻ ആനന്ദിന് ശേഷം കിരീടം നേടുന്ന അല്ലെങ്കിൽ ജേതാവാകുന്ന ഇന്ത്യക്കാരൻ എന്ന് ചോദിച്ചാൽ അതാരാ? പ്രജ്ഞാനന്ദയാണ്. ഓക്കെ, പ്രജ്ഞാനന്ദയാണ് നമ്മുടെ ചെസ്സിലെ വിംബിൾഡൺ എന്നറിയപ്പെടുന്ന ടാറ്റ സ്റ്റീൽ ചെസ്സിലെ വിശ്വനാഥൻ ആനന്ദിന് ശേഷം ജേതാവാകുന്നത് ആരാണ്? പ്രജ്ഞാനന്ദ. ഓർത്തിരിക്കണേ. ഫെബ്രുവരി 4 പ്രത്യേകത എന്താ പിള്ളേരെ? ഫെബ്രുവരി 4 ലോക ക്യാൻസർ ഡേ അല്ലേ? ലോക ക്യാൻസർ ദിനം. അതിന്റെ തീമാണ് യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നുള്ളതാണ് ലോക ക്യാൻസർ ഡേയുടെ തീം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കാം. സൈബർ കുറ്റകൃത്യങ്ങളുടെ കണക്കിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം ഏതാണ്? സൈബർ കുറ്റകൃത്യങ്ങളുടെ കണക്കിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് തെലുങ്കാനയാണ്. നെക്സ്റ്റ്, കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനമായ കൊൽക്കത്തയിലെ ഫോർട്ട് വില്യം ഇനി മുതൽ അറിയപ്പെടുന്നത് വിജയ് ദുർഗ് എന്ന പേരിലാണ്. ഇത് ഈ അടുത്തിടെ നടന്ന VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് NCA അതായത് ST/SR ഒള്ളി കാറ്റഗറി എക്സാം നടന്നിട്ടുണ്ടായി. അപ്പൊ അതിനകത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ. ഫോർട്ട് വില്യം ഇനി മുതൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഫോർട്ട് വില്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? വിജയ് ദുർഗിലാണ്. ഫോർട്ട് വില്യം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് കൊൽക്കത്തയിലാണ് ഫോർട്ട് വില്യം സ്ഥിതി ചെയ്യുന്നത്. ഇനി അത് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? വിജയ് ദുർഗ്. മറന്നു പോകരുതേ. അടുത്തത്, സംസ്ഥാനത്തെ മികച്ച രക്തബാങ്ക് ആയിട്ട് ദേശീയ ആരോഗ്യ മന്ത്രാലയം തെരഞ്ഞെടുത്തത്
ഏതിനെയാണ്? അത് തൃശ്ശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ രക്തബാങ്കാണ്. തൃശ്ശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ രക്തബാങ്കിനെയാണ് എന്ത് കേന്ദ്ര ഗവൺമെന്റ്, കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മികച്ച രക്തബാങ്കായിട്ട് കേരള സംസ്ഥാനത്തിലെ മികച്ച രക്തബാങ്കായിട്ട് തിരഞ്ഞെടുത്തത് തൃശ്ശൂർ ജില്ലയിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ രക്തബാങ്കാണ്. ഓക്കെ അല്ലേ? അടുത്ത് വരുന്നത് ദേശീയ ഗെയിംസുമായി ബന്ധപ്പെട്ടാണ്. ദേശീയ ഗെയിംസിൽ ഫുട്ബോളിൽ സ്വർണം കിട്ടിയത് കേരളത്തിനാണ്. ആരെയാണ്? ഉത്തരാഖണ്ഡിനെ 1-0 എന്ത് നമ്മൾ തോൽപ്പിച്ചത്. ഉത്തരാഖണ്ഡിനെ 1-0 ബീറ്റ് ചെയ്തിട്ടാണ് 38ാമത് ദേശീയ ഗെയിംസിൽ ഫുട്ബോൾ സെക്ഷനിൽ ഫുട്ബോൾ മത്സരത്തിൽ സ്വർണം കേരളം സ്വന്തമാക്കിയത്. ഓക്കെ, ഈ ദേശീയ ഗെയിംസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായി. ദേശീയ ഗെയിംസ് 38ാമതായിരുന്നു നടന്നത്. ആർക്കാണ് ഫസ്റ്റ് കിട്ടിയത്? അത് സർവീസസിനാണ് ഫസ്റ്റ് കിട്ടിയത്. കേരളത്തിന് എത്രാമത്തെ പൊസിഷൻ ആയിരുന്നു? കേരളത്തിന് 14ാമത്തെ പൊസിഷൻ ആയിരുന്നു. വേദി ഉത്തരാഖണ്ഡ് ആയിരുന്നു. അപ്പൊ തന്നെ അത് ഹോസ്റ്റ് ചെയ്തത് ഉത്തരാഖണ്ഡ് ആയതുകൊണ്ട് തന്നെ അതിന്റെ പൊസിഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. 7ാമത്തെ പൊസിഷൻ ആയിരുന്നു എന്ത്? ഉത്തരാഖണ്ഡ്. ഓക്കെ അല്ലേ? അടുത്തത് നിയമപരമായ വ്യക്തിത്വം ലഭിച്ച താരാനക്കി പർവ്വതം. താരാനക്കി മൗങ്ക, അങ്ങനെയാണ് ഫുൾ നെയിം. താരാനക്കി മൗങ്ക ഏത് രാജ്യത്താണ്? എന്താ അതിന്റെ പ്രത്യേകത? നിയമപരമായ വ്യക്തിത്വം ലഭിച്ച ഒരു പർവ്വതമാണ് അല്ലേ? അത് ന്യൂസിലാൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ന്യൂസിലാൻഡിലാണ് മൗണ്ട് താരാനക്കി പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് ഒരു കൃതിയാണ് അല്ലെങ്കിൽ ഒരു ഓർമ്മക്കുറിപ്പാണ്. സോഴ്സ് കോഡ് മൈ ബിഗിനിങ്സ് എന്ന ഓർമ്മക്കുറിപ്പിന്റെ രചയിതാവ് അല്ലെങ്കിൽ അതിന്റെ ഓതർ ആരാണ്? അത് ബിൽ ഗേറ്റ്സ് ആണ്. ഓക്കെ, ബിൽ ഗേറ്റ്സ് ആണ് എന്ത് സോഴ്സ് കോഡ് മൈ ബിഗിനിങ്സ് എന്ന ഓർമ്മക്കുറിപ്പിന്റെ രചയിതാവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 2025 AI ഉച്ചകോടി വേദി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടി വേദി എവിടെയാ? പാരീസ് അല്ലെ? ഫ്രാൻസിലെ പാരീസിലാണ് എന്ത് AI ഉച്ചകോടി 2025 കണ്ടക്ട് ചെയ്യുന്നത്. MT സ്മാരകം നിലവിൽ വരുന്നത് എവിടെയാ? അത് മലപ്പുറം ജില്ലയിലെ തുഞ്ചൻ പറമ്പ് തിരൂരിലാണ് എന്ത് MTയുടെ സ്മാരകം നിലവിൽ വരാൻ പോകുന്നത്. അടുത്തത് സംസ്ഥാനത്തെ ട്രൈബൽ ഹെൽത്ത് ആക്ഷൻ പ്ലാൻ വേണ്ട സാങ്കേതിക സഹായം നൽകി പിന്തുണയ്ക്കുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. എന്താ പ്രത്യേകത? സംസ്ഥാനത്തിന്റെ ട്രൈബൽ ഹെൽത്ത് ആക്ഷൻ പ്ലാനിന് വേണ്ട സാങ്കേതിക സഹായം നൽകി സഹായിക്കുന്നത് ആരാ? WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. പിന്നെ വരുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമാഭ്യാസം ആയ എയ്റോ ഇന്ത്യക്ക് വേദിയാവുന്നത് യലഹങ്കയാണ്. യലഹങ്ക എയർഫോഴ്സ് സ്റ്റേഷൻ ബംഗളൂരു. യലഹങ്ക എയർഫോഴ്സ് സ്റ്റേഷൻ ബംഗളൂരുവിലാണ് എന്ത് നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും വ്യോമ അഭ്യാസ പ്രദർശനമായ എയ്റോ ഇന്ത്യക്ക് വേദിയാവുന്നത്. ഓക്കെ അല്ലേ? ബംഗളൂരു, കർണാടകം, അത് ആ പ്ലേസസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. അടുത്തത് മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് ആരാണ്? ഏത് കൃതിക്കാണ് കിട്ടിയത്? നേടിയ ആള് ചോദിച്ചാൽ സന്ധ്യ മേരിയാണ്. മാതൃഭൂമി ബുക്ക് അല്ലെ? മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിച്ചാൽ സന്ധ്യ മേരിയാണ്. കൃതി ചോദിച്ചാലോ മരിയ ജസ്റ്റ് മരിയ എന്നുള്ള കൃതിക്കാണ്. മരിയ ജസ്റ്റ് മരിയ അല്ലെങ്കിൽ മരിയ വെറും മരിയ. ഓക്കെ, അങ്ങനെയുള്ള കൃതിക്കാണ് എന്ത് സന്ധ്യ മേരിക്കാണ് എന്ത് മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത്. ഓർത്തിരിക്കണേ. അടുത്തത് ലോകത്ത് ഉയർന്ന തുകയ്ക്ക് 40 കോടി രൂപയ്ക്ക് വിറ്റുപോയ ഒരു പശുവിന്റെ പേര് അതേതാ? വിയറ്റ്ന 19 ആണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിലയ്ക്ക്, അതായത് ഓൾമോസ്റ്റ് 40 കോടി രൂപയ്ക്ക് വിറ്റുപോയ പശുവാണ്. നെക്സ്റ്റ് വരുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലം എവിടെയാണ്? അതെവിടെയാ? അത് പാമ്പൻ പാലമാണ് അല്ലെ? രാമേശ്വരത്തുള്ള പാമ്പൻ പാലമാണ് എന്ത് ഇന്ത്യയിലെ ആദ്യത്തെ തന്നെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം എവിടെയാണ്? പാമ്പൻ പാലം. എവിടെയാ സ്ഥലം? രാമേശ്വരം. റെയിൽവേ കടൽപ്പാലാണ്. ഈ ടൈമും കൂടി ഒന്ന് ഓർത്തിരിക്കണം. വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലം. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം നമുക്കറിയാം. അവിടുത്തെ മുഖ്യമന്ത്രി രാജിവെച്ചു. അപ്പോൾ രാഷ്ട്രപതി ഭരണമായി. ഏത് ആർട്ടിക്കിളാ? ആർട്ടിക്കിൾ 356 പ്രകാരം അല്ലേ? ആർട്ടിക്കിൾ 356 പ്രകാരം അല്ലേ സംസ്ഥാന അടിയന്തരാവസ്ഥ വരുന്നത് അല്ലേ? അപ്പൊ ആ സമയത്ത് റൂൾ ചെയ്യുന്നത് ആരായിരിക്കും? രാഷ്ട്രപതിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധിയായിട്ട് ഓരോ സംസ്ഥാനങ്ങളിലുമുള്ള ഗവർണർ ആയിരിക്കും അവിടെ റൂൾ ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ഗവർണർക്ക് ഒരു പ്രത്യേകതയുണ്ട് അല്ലേ? ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഗവർണർ നമ്മൾ പഠിച്ചിരിക്കുക. ആരാണ് ആ ഗവർണർ? അത് അജയ് കുമാർ ഭല്ലയാണ്. ഓക്കെ, മണിപ്പൂരിന്റെ ഗവർണർ അജയ് കുമാർ ഭല്ലയാണ്. ഓർത്തിരിക്കണേ. പിന്നെ കേരള ടൂറിസം മേഖലയിലെ ആദ്യത്തെ വള്ളത്തിന്റെ പേരെന്താണ്? കതിരവൻ. കേരള ടൂറിസം മേഖലയിലെ ആദ്യത്തെ വള്ളത്തിന്റെ പേരാണെന്ത്? കതിരവൻ. ഓക്കെ. 2025 ബ്രിക്സ് ഉച്ചകോടി വേദി റിയോ ഡി ജനീറോ എവിടെയാ?
അത് ബ്രസീലിലാണ് അല്ലെ, റിയോ ഡി ജനീറോ ബ്രസീലിലാണ്. എന്താ പ്രത്യേകത? 2025 ബ്രിക്സ് ഉച്ചകോടി വേദി നടത്തുന്നത് എവിടെയാണ്? വേദി എവിടെയാണ് അല്ലെ? റിയോ ഡി ജനീറോ ബ്രസീല്. ഡൽഹി മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് ഈ അടുത്തിടെ ഡൽഹിയിൽ ഇലക്ഷൻ നടന്നു. അപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റ 4ാമത്തെ വനിതയാണ് ആര്? രേഖ ഗുപ്ത. ഓക്കെ, രേഖ ഗുപ്ത എന്നുള്ളതാണ് എന്ത് ഇപ്പോഴത്തെ നിലവില് ഡൽഹി മുഖ്യമന്ത്രിയുടെ പേരെന്ന് പറയുന്നത്. 4ാമത്തെ വനിതയാണ്. ഫസ്റ്റ് വനിത ആരായിരുന്നു? ഫസ്റ്റ് വനിത സുഷമ സ്വരാജ് ആയിരുന്നു അല്ലെ? സുഷമ സ്വരാജ്, BJPയുടെ സുഷമ സ്വരാജ് ആയിരുന്നു ഫസ്റ്റ് വനിത എന്ന് പറയുന്നത്. സെക്കൻഡ് വനിത ആരാ? സെക്കൻഡ് വനിത കോൺഗ്രസിന്റെ ഷീല ദീക്ഷിത് ആയിരുന്നു. ഓക്കെ, ഷീല ദീക്ഷിത് ആയിരുന്നു എന്ത് 2ാമത് വന്ന വനിത എന്ന് പറയുന്നത്. ആദ്യത്തത് BJP പാർട്ടി ആയിരുന്നു, 2ാമത് ഷീല ദീക്ഷിത് കോൺഗ്രസ് ആയിരുന്നു. 3ാമത് വരുന്നത് AAPയുടെ ആയിരുന്നു അല്ലേ, ആം ആദ്മി പാർട്ടിയുടെ അതിഷി മർലേന. ഓക്കെ, അതിഷി മർലേന എന്ന് പറയുന്ന വനിതയായിരുന്നു ഇന്ന് 3ാമത്തെ ടൈമിൽ വന്നത്. ഈ അതിഷി മർലേനയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പൊ കറണ്ട് ആയിട്ട് നമ്മുടെ നിയമസഭ എലക്ഷൻ നടന്നു. അതിനകത്ത് രേഖ ഗുപ്തയാണ് എന്ത് മുഖ്യമന്ത്രിയായത്. പ്രതിപക്ഷ നേതാവായിട്ട് ഇപ്പൊ നിലവിലുള്ളത് അതിഷി മർലേനയാണ്. അതായത് 3ാമത്തെ മുൻ മുഖ്യമന്ത്രിയാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്. ഓപ്പോസിഷൻ പാർട്ടിയല്ലേ. ഓക്കെ, രാജ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് ഈ അടുത്തിടെ നിയമിതനായത് ആരാണ്? അത് ഗ്യാനേഷ് കുമാർ ആണ്. ഓക്കെ, ഗ്യാനേഷ് കുമാർ 26ാമത്തെ എന്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് ചുമതലയേറ്റതാണ്. 26ാമത്തെ പൊസിഷൻ, അത് എത്രാമത്തെ ടൈം ആണെന്നുള്ളതും പഠിച്ചിരിക്കുക. ഗ്യാനേഷ് കുമാർ ആണ് എന്ത് രാജ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് ചുമതലയേറ്റത്. 3 പേരല്ലേ ടോട്ടൽ ഉള്ളത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ, അതല്ലാതെ 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ കൂടിയുണ്ട്. അതാരൊക്കെയാ? സുഖ്ബീന്ദർ സിംഗ് സന്ധു, പിന്നെ വിവേക് ജോഷിയാണ്. സുഖ്ബീന്ദർ സിംഗ് സന്ധു, അതുകൂടാതെ വിവേക് ജോഷി. അവർ രണ്ടുപേരാണ് എന്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാ? അത് ഗ്യാനേഷ് കുമാർ. എത്രാമത്തെയാ? 26ാമത്തെ. ഓക്കെ, അടുത്തത് നീതി ആയോഗ് റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ലിംഗസമത്വ സൂചികയിലും 1ാമത് എത്തിയത് ഏത് സംസ്ഥാനമാണ്? അത് കേരളമാണ് അല്ലെ. നീതി ആയോഗ് റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ലിംഗസമത്വ സൂചികയിലും അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും 1ാം സ്ഥാനം കിട്ടിയത് അല്ലെങ്കിൽ മുന്നിലെത്തിയത് ഏത് സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. ഓക്കെ, ഇന്ത്യയിലെ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ ആയിട്ട് BBC തെരഞ്ഞെടുത്തത് മനു ഭാക്കറിനെയാണ്. മനു ഭാക്കർ ആരാണ്? ഷൂട്ടിംഗ് താരാണ് അല്ലെ. നമ്മുടെ ഒളിമ്പിക്സിൽ 2 സ്വർണ്ണമൊക്കെ 2 മെഡൽ നേടിയെടുത്ത ആളാണ് എന്ത് മനു ഭാക്കർ. ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ ആയിട്ട് BBC കൺസിഡർ ചെയ്തു. ഓക്കെ, സംസ്ഥാന തലത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള മഹാത്മാ പുരസ്കാരം നേടിയത് ഏത് ഗ്രാമപഞ്ചായത്താണ്? നമുക്കറിയാം ഓരോ വർഷവും സ്വരാജ് ട്രോഫി ഇല്ലേ, മികച്ച ഗ്രാമപഞ്ചായത്ത്, മികച്ച ജില്ല, അങ്ങനെ പറഞ്ഞ് കുറെ പുരസ്കാരങ്ങൾ വരാറുണ്ട്. അതുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ പഠിക്കേണ്ടതാണ് ഏത്? മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള മഹാത്മാ പുരസ്കാരം നേടിയത് ഏത് പഞ്ചായത്താണ്? അത് ഒറ്റശേഖരമംഗലമാണ്. ഒറ്റശേഖരമംഗലം എവിടെയാണ്? അത് തിരുവനന്തപുരം ജില്ലയിലാണ് എന്ത് ഒറ്റശേഖരമംഗലം. ഓക്കെ, ഒറ്റശേഖരമംഗലമാണ് എന്ത് സംസ്ഥാന തലത്തിലെ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള മഹാത്മാ പുരസ്കാരം നേടിയത്. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്വരാജ് പുരസ്കാരങ്ങൾ. 2025 സ്വരാജ് പുരസ്കാരങ്ങളാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കാം. അതിൽ മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലമാണ്. മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം ജില്ലാ പഞ്ചായത്താണ്. ഓക്കെ, മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലമാണ്. മികച്ച കോർപ്പറേഷൻ ചോദിച്ചാലോ? മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്. ഓർത്തിരിക്കുക, മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം, മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. മികച്ച നഗരസഭയാണെങ്കിൽ ഗുരുവായൂർ. മികച്ച നഗരസഭയാണെങ്കിൽ ഗുരുവായൂർ. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? മികച്ച ജില്ലാ പഞ്ചായത്ത് പറഞ്ഞു, അതേതാ പിള്ളേരെ? അത് കൊല്ലാണ്. മികച്ച കോർപ്പറേഷൻ പറഞ്ഞു, അതേതാ? തിരുവനന്തപുരമാണ്. മികച്ച നഗരസഭ പറഞ്ഞു, നഗരസഭയാണെങ്കിൽ ഗുരുവായൂര്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ആണെങ്കിൽ പെരുമ്പടപ്പ്, അതെവിടെയാ? മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പാണ് എന്ത് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത്. പെരുമ്പടപ്പ് അല്ലെ, ബ്ലോക്ക് പഞ്ചായത്ത്. അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. മലപ്പുറം ജില്ലയിലാണ് എന്ത് പെരുമ്പടപ്പ്. അടുത്തത് മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂരാണ്. കോട്ടയം ജില്ലയിലെ വെളിയന്നൂരാണ് മികച്ച ഗ്രാമപഞ്ചായത്ത്. ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു മഹാത്മാ പുരസ്കാരം ലഭിച്ച പഞ്ചായത്ത് ചോദിച്ചാൽ ഒറ്റശേഖരമംഗലം എവിടെയാ? തിരുവനന്തപുരം ജില്ലയിലാണ് അല്ലെ. ഒറ്റശേഖരമംഗലം തിരുവനന്തപുരം ജില്ലയിലാണ്. അയ പുരസ്കാരം ഏതാണ്? മഹാത്മാ പുരസ്കാരം. ഏത്? മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ളത്. പക്ഷെ സ്വരാജ് ട്രോഫിയിൽ മികച്ച ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാലോ? അത് വെളിയന്നൂരാണ്. ഏത്?
ജില്ലയിലാണ്? കോട്ടയം ജില്ലയിലാണ്. മികച്ച ഗ്രാമപഞ്ചായത്ത് സ്വരാജ് ട്രോഫിയിൽ ലഭിച്ചത് വെളിയന്നൂരാണ്. അത് കോട്ടയം ജില്ലയിലാണ്. മികച്ച ജില്ലാ പഞ്ചായത്ത് നമ്മൾ പറഞ്ഞു കൊല്ലാണ്. മികച്ച കോർപ്പറേഷൻ നമ്മൾ പറഞ്ഞു തിരുവനന്തപുരമാണ്. മികച്ച നഗരസഭ നമ്മൾ പറഞ്ഞു അതായത് ഗുരുവായൂരാണ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പാണ്. പെരുമ്പടപ്പ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ അത് മലപ്പുറം ജില്ലയിലാണ്. ഓക്കെ അല്ലേ? അടുത്ത് വരുന്നത് 72ാമത് മിസ് വേൾഡ് മത്സരങ്ങൾക്ക് വേദിയാകുന്നത് എവിടെയാണ്? അത് വേദിയാകുന്നത് തെലങ്കാനയിലാണ്. ഓക്കെ, തെലങ്കാനയിലാണ് മിസ് വേൾഡ് മത്സരങ്ങൾക്ക് വേദിയാകുന്നത്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. കാരണം ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് ആരാ? നന്ദിനി ഗുപ്തയാണ് എന്ത് മിസ് വേൾഡ് മത്സരങ്ങൾക്ക് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. വേദി ചോദിച്ചാൽ തെലങ്കാനയാണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് എന്ത് വേദി. എത്രാമത്തെ ടൈമാണ്? 72ാമത്തെ മിസ് വേൾഡ് പുരസ്കാരമാണ്, മത്സരമാണ്. ഓക്കെ, ഇനി 71ാമത് മിസ് വേൾഡ് മത്സരങ്ങൾക്ക് വേദിയായത് ചോദിച്ചാലും ഇന്ത്യ തന്നെയാണ്. സ്ഥലം മുംബൈ ആയിരുന്നു. ഓക്കെ, 71ാമത് മുംബൈ ആയിരുന്നു മിസ് വേൾഡ് മത്സരം കണ്ടക്ട് ചെയ്തത്. 72ാമതാണെങ്കിൽ തെലങ്കാനയാണ്. ഇനി 72ാമത് മത്സരത്ത് മിസ് വേൾഡ് മത്സരങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് ചോദിച്ചാൽ നന്ദിനി ഗുപ്ത. 2025 സംസ്ഥാന റവന്യൂ അവാർഡാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മികച്ച കളക്ടറേറ്റ് തൃശ്ശൂരായിരുന്നു. റവന്യൂ അവാർഡ് 2025 പ്രകാരം മികച്ച കളക്ടറേറ്റ് തൃശ്ശൂരായിരുന്നു. മികച്ച കളക്ടർ ചോദിച്ചാലോ അത് എറണാകുളം ജില്ലയിലെ കളക്ടറായ NSK ഉമേഷ് ആണ്. ഓക്കെ, NSK ഉമേഷ് എറണാകുളം ജില്ലയിലെ കളക്ടറാണ്. മികച്ച കളക്ടർ ചോദിച്ചാൽ NSK ഉമേഷും മികച്ച കളക്ടറേറ്റ് ചോദിച്ചാൽ തൃശ്ശൂർ കളക്ടറേറ്റ് ആയിരുന്നു. ഓക്കെ, ഇനി 2025 ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അത് പ്രൊഫസർ ആയിട്ടുള്ള അധ്യാപകനായിട്ടുള്ള KP ശങ്കരൻ. പ്രൊഫസർ KP ശങ്കരനാണ് എന്ത് ജ്ഞാനപ്പാന പുരസ്കാരം 2025 ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ലഭിച്ചത്. 2024 ആണെങ്കിലോ 2024 ജ്ഞാനപ്പാന പുരസ്കാരം അതും ഒന്ന് ഓർത്തിരിക്കണേ. അത് ലഭിച്ചത് രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കായിരുന്നു. അദ്ദേഹം ആരാണ്? ഒരു കവിയാണ് അല്ലെ? രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കാണ് 2024 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത്. ജ്ഞാനപ്പാന അവാർഡ് അല്ലെങ്കിൽ പുരസ്കാരം കൊടുക്കുന്ന ബോർഡ് ചോദിച്ചാൽ ഗുരുവായൂർ ദേവസ്വം ബോർഡാണ് അല്ലെ? ഗുരുവായൂർ ദേവസ്വം ബോർഡാണ്. ഇപ്പൊ ഈ അടുത്തിടെ നമുക്കറിയാം ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ എന്താണ് ഡേറ്റ് ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്തു. LD ക്ലർക്ക് അങ്ങനെയുള്ള വിവിധ തസ്തികകളിലേക്കായിട്ട് 424 എന്താ അപേക്ഷ ഒഴിവുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മാസം 12-ാം തീയതി വരെ, അതായത് മെയ് 12-ാം തീയതി വരെ എന്ത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപേക്ഷിക്കാനുള്ള ഡേറ്റ്. ഓക്കെ, അതൊക്കെ ഒന്ന് ഓർത്തിരിക്കണേ. ഡൽഹിയിലെ ആദ്യ വനിതാ പ്രതിപക്ഷ നേതാവാണ് അതിഷി മർലേന. നമ്മൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായി അല്ലേ? അതിഷി മർലേനയാണ് ആദ്യ പ്രതിപക്ഷ നേതാവ്. പ്രത്യേകത എന്താ? ആദ്യം വനിതാ പ്രതിപക്ഷ നേതാവ്. ഓക്കെ, അപ്പൊ ഇത്രയും നാളും എന്താണ് ഒരു വനിത ഡൽഹിയിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള, പക്ഷെ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. 4ാമത്തെ മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ നിലവിലുള്ളത് അല്ലെ? മുഖ്യമന്ത്രി വനിതയായിട്ടുണ്ട്, പക്ഷെ പ്രതിപക്ഷ നേതാവ് ഇതുവരെയായിട്ടും വനിത ആയിട്ടില്ല. ഓക്കെ, ചൈനയ്ക്ക് ശേഷം ഡിജിറ്റൽ പൈലറ്റ് ലൈസൻസ് അവതരിപ്പിക്കുന്ന 2ാമത്തെ രാജ്യമാണ് ഇന്ത്യ. എന്താ ഡിജിറ്റൽ ലൈസൻസ് എന്ന് പറഞ്ഞാൽ? ലൈസൻസ് നമുക്കറിയാം ഒരു കാർഡല്ലേ, ആധാർ കാർഡൊക്കെ പോലെ ഒരു കാർഡാണ് എന്താ ലൈസൻസിന്റെ കാർഡ്. അപ്പൊ ഇനി തൊട്ട് എന്താ ഇന്ത്യയിൽ ഡിജിറ്റൽ പൈലറ്റ് ലൈസൻസ് കൊടുക്കാൻ തീരുമാനിച്ചു. അതായത് നമ്മുടെ മൊബൈൽ ഫോണിൽ നമുക്ക് ലൈസൻസ് പോലെയുള്ള ഒരു ഡോക്യുമെന്റ് ഉണ്ടായിരിക്കും. ആ ഡോക്യുമെന്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി, അത് ലൈസൻസ് സെയിം ആണ്. ഓക്കെ, ഡിജിറ്റൽ ലൈസൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൊബൈൽ ഫോൺ ത്രൂ കാണിക്കുന്നതിനെയാണ്. ഓക്കെ, ഇതിനു മുമ്പുണ്ടായിരുന്ന രാജ്യം ചോദിച്ചാൽ ചൈനയാണ്. ആ ഒരു ഫെസിലിറ്റി നമ്മൾ ഇന്ത്യയും കൂടി അഡോപ്റ്റ് ചെയ്തു. അതിന് പറയുന്നത് എന്താ? ഇലക്ട്രോണിക് പേഴ്സണൽ ലൈസൻസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇലക്ട്രോണിക് പേഴ്സണൽ ലൈസൻസ്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് സെബി. സെബിയുടെ ഫുൾ ഫോം എന്താ? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അല്ലെ? സെബിയുടെ ഫുൾ ഫോമാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അതിന്റെ പുതിയ മേധാവിയായിട്ട് ചുമതലയേറ്റത് തുഹിൻ കാന്ത് പാണ്ഡെയാണ്. തുഹിൻ കാന്ത് പാണ്ഡെയാണ് സെബിയുടെ പുതിയ മേധാവി, ഡയറക്ടറായിട്ട് ചുമതലയേറ്റത്. ആരാ? തുഹിൻ കാന്ത് പാണ്ഡെ. ഓക്കെ അല്ലേ? അടുത്തത് ചൂരൽമല മുണ്ടക്കൈ മേഖല, വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ? അവിടെ ഉരുൾപൊട്ടലിനെ അതിജീവിച്ച വയനാട്ടിലെ വനിതകളുടെ കൂട്ടായ്മ വിപണിയിൽ എത്തിക്കുന്ന പേപ്പർ ബാഗ് സംരംഭത്തിന്റെ പേരാണ് ബെയിലി. ബെയിലി എന്നുള്ള പേപ്പർ ബാഗ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരാം. എന്താ? ചൂരൽമല മുണ്ടക്കൈ ആ മേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിനെ അതിജീവിച്ച കുറച്ച് വനിതാ സംരംഭകർ, വയനാട്ടിലെ വനിതാ സംരംഭകർ, അവരുടെ ഒരു കൂട്ടായ്മ വിപണിയിൽ എത്തിക്കുന്ന പേപ്പർ ബാഗ് സംരംഭമാണ് എന്ത്? ബെയിലി എന്ന് പറയുന്നത്. ബെയിലി. ഓക്കെ അല്ലേ? അടുത്തത് കാർഷിക സേവനങ്ങൾക്കായിട്ട് കേരള കൃഷി വകുപ്പ് തയ്യാറാക്കിയ ഏകജാലക സംവിധാനം. കാർഷിക സൗകര്യങ്ങൾക്കും സേവനങ്ങൾക്കുമായിട്ട് കേരള കൃഷി വകുപ്പ് തയ്യാറാക്കിയ ഏകജാലക സംവിധാനമാണ് എന്ത്? കതിർ ആപ്പ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും കതിർ ആപ്പ് അല്ലേ? കതിർ ആപ്പ്.
അടുത്തത് ഖദറിന്റെ ഫുൾ ഫോം കൂടി നോക്കാം. കേരള അഗ്രികൾച്ചറൽ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫർമേഷൻ റിപ്പോസിറ്ററി. ഖദർ ആപ്പിന്റെ ഖദർ എന്നുള്ളതിന്റെ ഫുൾ ഫോം എന്താ? കേരള അല്ലെ, കേരള അഗ്രികൾച്ചർ ടെക്നോളജി ഹബ്, കേരള അഗ്രികൾച്ചറൽ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫർമേഷൻ റിപ്പോസിറ്ററി. ഒന്നുകൂടി നോക്കാം. കേരള അഗ്രികൾച്ചറൽ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫർമേഷൻ റിപ്പോസിറ്ററി. ഓക്കെ, ഖദർ. അടുത്തത് സംസ്ഥാനത്തെ ആദ്യ വി പാർക്ക് നിലവിൽ വരുന്നത് കൊല്ലമാണ്. കൊല്ലം. സംസ്ഥാനത്തെ ആദ്യ വി പാർക്ക് നിലവിൽ വരുന്നത് കൊല്ലം ജില്ലയിലാണ്. SN ജംഗ്ഷന്റെ അവിടെയായിട്ട് ഒരു ഓവർ ബ്രിഡ്ജ് അവിടെയായിട്ടാണ് എന്ത് ആ പാർക്ക് നിലവിൽ വരാൻ പോകുന്നത്. നമുക്ക് പാർക്ക് എന്നുള്ള രീതിയിൽ തന്നെ പല പല ഫെസിലിറ്റീസ് ഇൻക്ലൂഡഡ് ആയിരിക്കും. യോഗ സെൻറ്റർ ഉണ്ടായിരിക്കും, മെഡിറ്റേഷൻ സെൻറ്റർ ഉണ്ടായിരിക്കും, പിന്നെ എൻ്റർടൈൻമെൻറ്റ് സെക്ഷൻസ് ഉണ്ടായിരിക്കും, ഗെയിംസ് ഉണ്ടായിരിക്കും. അങ്ങനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് എന്ത് വി പാർക്ക് എന്നുള്ള ഒരു കൺസെപ്റ്റ്. ഓക്കെ, അത് എവിടെയാണ് നിലവിൽ വരാൻ പോകുന്നത്? അത് കൊല്ലം ജില്ലയിലാണ്. ഓക്കെ, 2025 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹയായത് ഡോക്ടർ ലീലാവതിയാണ്. ഡോക്ടർ ലീലാവതിയാണ് എന്ത് 2025 കടമ്മനിട്ട പുരസ്കാരം ലഭിച്ച വ്യക്തി എന്ന് ചോദിച്ചാൽ ഡോക്ടർ ലീലാവതി. അടുത്ത് വരുന്നത് കരിയറിലെ 11ാം തവണയും പോൾ വാൾട്ട് ഇല്ലേ, നമ്മളിങ്ങനെ കോല് കുത്തിയിട്ട് ചാടുന്ന പരിപാടിയല്ലേ പോൾ വാൾട്ട്. അത് ലോക റെക്കോർഡ് 6.27 മീറ്റർ ആയിട്ട് ചാടി 11ാം തവണയും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ലോക റെക്കോർഡ്, സ്വന്തം പേരിലുള്ള റെക്കോർഡ് വീണ്ടും വീണ്ടും തിരുത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് ആര്? അർമാൻഡ് ഡുപ്ലന്റീസ്. അദ്ദേഹത്തെ ഒരു സ്വീഡിഷ് പ്ലെയർ ആണ് അർമാൻഡ് ഡുപ്ലന്റീസ്. 11ാം തവണയും സ്വന്തം റെക്കോർഡ് തന്നെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിലെ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ 6.27 മീറ്റർ ഹൈറ്റിലാണ് അദ്ദേഹം ചാടിയിട്ടുള്ളത്. അടുത്തത് ഉത്തരാഖണ്ഡിൽ ഉണ്ടായ ഹിമപാതത്തെ തുടർന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന കരസേന സംഘത്തിന്റെ പേരാണ് ഐബെക്സ് ബ്രിഗേഡ്. ഓക്കെ, കരസേനാ സംഘമാണ് നമ്മുടെ ഉത്തരാഖണ്ഡിൽ ഹിമപാതം ഉണ്ടാവാൻ നേരത്തെ രക്ഷാപ്രവർത്തനം നടത്തിയത്. അപ്പോൾ കരസേന വിങ്ങിൽ തന്നെ ഒരു വിഭാഗം സ്പെഷ്യലി ഇത് ഈ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തുന്ന ഒരു വിഭാഗമാണ് ഐബെക്സ് ബ്രിഗേഡ്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് യൂണിറ്റ് ട്രെയിൻ ഫോർ ഹൈ ആൾട്ടിറ്റ്യൂഡ് റെസ്ക്യൂ മിഷൻ. ഓക്കെ, ഹൈ ആൾട്ടിറ്റ്യൂഡ് ഉയർന്ന ഹിമപാതങ്ങളിലും ഉയർന്ന പ്രദേശങ്ങളിലും ഒക്കെ റെസ്ക്യൂ മിഷൻ നടത്തുന്നതിന് വേണ്ടി സ്പെഷ്യലായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സംഘമാണ് ഐബെക്സ് ബ്രിഗേഡ് എന്ന് പറയുന്നത്. ഐബെക്സ് ബ്രിഗേഡ് അത് എന്തിന്റെ ഭാഗമാണ്? അത് കരസേനയുടെ ഭാഗമാണ്. അടുത്ത ഇടശ്ശേരിക്കാറ് എന്ന കഥാസമാഹാരം രചിച്ചത് KP രാമനുണ്ണിയാണ്. ഓക്കെ, ഇടശ്ശേരിക്കാറ് എന്ന കഥാസമാഹാരം രചിച്ചത് KP രാമനുണ്ണി. അടുത്ത 2025 മൊബൈൽ വേൾഡ് കോൺഗ്രസ് വേദി, അത് ബാഴ്സലോണയാണ്. കറക്റ്റ് സ്ഥലം പറഞ്ഞാൽ ബാഴ്സലോണ, രാജ്യം പറഞ്ഞാൽ സ്പെയിനാണ്. ഓക്കെ, 2025 മൊബൈൽ വേൾഡ് കോൺഗ്രസ് വേദി ചോദിച്ചാൽ ബാഴ്സലോണയാണ് സ്ഥലം, അതല്ല രാജ്യമാണ് ചോദിക്കുന്നതെങ്കിൽ സ്പെയിനാണ്. ഇന്ത്യ വിയറ്റ്നാം നാവിക സേനകൾക്കായിട്ട് പ്രതിരോധ സംവിധാനങ്ങൾ നിർമ്മിച്ചു നൽകുന്ന കേരള സ്ഥാപനമാണ് കെൽട്രോൺ. ഇന്ത്യ വിയറ്റ്നാം നാവിക സേനകൾക്കായിട്ട് പ്രതിരോധ സംവിധാനം നിർമ്മിച്ചു നൽകുന്ന കേരളത്തിലെ സ്ഥാപനം ചോദിച്ചാൽ കെൽട്രോൺ ആണ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നുള്ളതാണ് കെൽട്രോണിന്റെ ഫുൾ ഫോം. അടുത്ത 2024-25 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് ആരാണ്? വിദർഭയാണ്. മഹാരാഷ്ട്ര റീജിയൻ ആണ് വിദർഭ എന്ന് പറയുന്നത്. 2024 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് വിദർഭയാണ്. ആരെ തോൽപ്പിച്ചു? കേരളത്തെയാണ് ഫൈനലിൽ തോൽപ്പിച്ചത്. കേരളത്തെയാണ് തോൽപ്പിച്ചത്. കിരീടം നേടിയത് വിദർഭ. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് വിദർഭ. ആരെ തോൽപ്പിച്ചു? കേരളത്തിന് തോൽപ്പിച്ചു. അപ്പോൾ റണ്ണേഴ്സ് അപ്പ് ആരാ? കേരളമാണ് റണ്ണേഴ്സ് അപ്പ്. വിദർഭയുടെ 3ാമത്തെ കിരീടമാണ്. ഇനി കേരള ടീമിന്റെ ക്യാപ്റ്റൻ ചോദിച്ചാൽ സച്ചിൻ ബേബിയാണ്. സച്ചിൻ ബേബിയാണ് കേരള ടീമിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. സച്ചിൻ ബേബിയാണ് കേരള ടീമിന്റെ ക്യാപ്റ്റൻ. ഇനി അടുത്ത് വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ടാണ്. ലഹരി വസ്തുക്കളുടെ അപകടങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും ആരോഗ്യകരമായ തെരഞ്ഞെടുപ്പുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഫീനിക്സ്. ഓപ്പറേഷൻ ഫീനിക്സ് എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? ലഹരി വസ്തുക്കളുടെ അപകടങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും ആരോഗ്യകരമായി തെരഞ്ഞെടുപ്പുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു മിഷനാണ് ഓപ്പറേഷൻ ഫീനിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, 2025 ആദ്യമായിട്ട് 32 ടീമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫിഫ ക്ലബ്ബ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് USA ആണ്. ഫിഫ ക്ലബ്ബ് ലോകകപ്പ് നടക്കുന്നുണ്ട് 2025. അതിന് ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യം ചോദിച്ചാൽ USA ആണ്. പ്രത്യേകത എന്താ? 32
ടീമിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് എന്ത് 32 ടീമുകളെ പങ്കെടുപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമുക്കറിയാം മാർച്ച് 8 ലോക വനിതാ ദിനമാണ്. മാർച്ച് 8 ലോക അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഫോർ ഓൾ വുമൺ ആൻഡ് ഗേൾസ് റൈറ്റ്സ് ഇക്വാലിറ്റി എംപവർമെന്റ്. എന്താ? എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ, സമത്വം, ശാക്തീകരണം. എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശം, സമത്വം, ശാക്തീകരണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് കഴിഞ്ഞു. നമുക്ക് ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് പോവാം. ലോക തണ്ണീർത്തട ദിനമാണ് നമ്മൾ പറഞ്ഞത്. ഫെബ്രുവരി 2 അതിന്റെ തീം ഓർത്തിരിക്കണം. എന്താണ്? നമ്മുടെ പൊതുഭാവിക്കായിട്ട് തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക. 2025 അണ്ടർ-19 വനിതാ T20 ലോകകപ്പിന് ചാമ്പ്യൻ ആയത്, വിജയിച്ചത് ആരാണ്? ഇന്ത്യയാണ് വിജയിച്ചത്. ബീറ്റ് ചെയ്തത് ദക്ഷിണാഫ്രിക്കനെയാണ്. മെയിൻ പ്ലെയർ ആയത് ജി തൃഷയാണ് അല്ലേ. അടുത്തത് നമ്മൾ പറഞ്ഞു BCCIയുടെ പുരസ്കാരങ്ങളാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും മികച്ച പുരുഷ താരം ചോദിച്ചാൽ ജസ്പ്രീത് ബുംറയാണ്. വനിതാ താരം ചോദിച്ചാൽ സ്മൃതി മന്ദാനയാണ്. ഇനി നമുക്കറിയാം സമഗ്ര സംഭാവനയ്ക്കായിട്ട് ലോങ് ടൈം ആയിട്ട് CK നായിഡു പുരസ്കാരം കൊടുത്തു വരാറുണ്ട്. അത് ലഭിച്ചതാർക്കാണ്? അത് സച്ചിൻ തെണ്ടുൽക്കറിനാണ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ദുബായ് വിമാനത്താവളമാണ് എന്ത് ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം എന്നുള്ള ഒരു റെക്കോർഡ് സ്ഥാപിച്ചത്. ലോക ചെസ്സിലെ വിംബിൾഡൺ എന്നറിയപ്പെടുന്നതാണ് എന്ത് ടാറ്റ സ്റ്റീൽ ചെസ്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം 2ാം വട്ടം നേടിയ ഒരു വ്യക്തി ഇന്ത്യക്കാരെന്ന് ചോദിച്ചാൽ ആർ പ്രജ്ഞാനന്ദയാണ്. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. അതിന്റെ പ്രമേയമാണ് യുണൈറ്റഡ് ബൈ യുണീക്ക്. ഓക്കെ, യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നുള്ളതാണ് ഫെബ്രുവരി 4 ലോക ക്യാൻസർ ഡേയുടെ തീം എന്ന് പറയുന്നത്. പിന്നെ സൈബർ കുറ്റകൃത്യ കണക്കിൽ തെലങ്കാനയാണ് ഫസ്റ്റ് പൊസിഷൻ. വിജയ് ദുർഗ് ഫോർട്ട് വില്യം കോട്ട കൊൽക്കത്തയിലുള്ളതാണ്. അതിന്റെ പേര് വിജയ് ദുർഗ് എന്നാക്കി. പിന്നെ ദേശീയ ആരോഗ്യ മന്ത്രാലയം തിരഞ്ഞെടുത്ത സംസ്ഥാനത്തെ മികച്ച രക്തബാങ്ക് എന്ന് ചോദിച്ചാൽ അത് തൃശ്ശൂർ ജില്ലയിലെ മെഡിക്കൽ കോളേജിലെ രക്തബാങ്കാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ദേശീയ ഗെയിംസ് ഫുട്ബോൾ സ്വർണ്ണം നേടിയത് കേരളമാണ്. ഉത്തരാഖണ്ഡിനെയാണ് പരാജയപ്പെടുത്തിയത്. ഓക്കെ, പിന്നെ നിയമപരമായ വ്യക്തിത്വം ലഭിച്ച ഇമ്പോർട്ടൻ്റ് ആണ് താരാനക്കി മൗണ്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് ന്യൂസിലാൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. സോഴ്സ് കോഡ് മൈ ബിഗിനിങ്സ് എന്ന ഓർമ്മക്കുറിപ്പ് രചിച്ചത് ആരാണ്? അത് ബിൽ ഗേറ്റ്സ് ആണ് അല്ലേ. ബിൽ ഗേറ്റ്സ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഫ്രാൻസ് ആണ് എന്ത് ഫ്രാൻസിലെ പാരീസ് ആണ് AI ഉച്ചകോടികൾക്ക് വേദിയാകുന്നത്. MT സ്മാരകം വരുന്നത് തുഞ്ചംപറമ്പ് മലപ്പുറത്താണ്. WHO ആണ് എന്ത് സംസ്ഥാനത്തെ ട്രൈബൽ ഹെൽത്ത് ആക്ഷൻ പ്ലാനുകൾക്ക് വേണ്ട ധനസഹായമൊക്കെ നൽകുന്നത്. പിന്നെ പറഞ്ഞത് യലഹങ്ക എയർഫോഴ്സ് സ്റ്റേഷൻ ബംഗളൂരു വേദിയാകുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വ്യോമ പ്രദർശനമായ എയ്റോ ഇന്ത്യക്ക് വേദിയാകുന്നതാണ് എന്ത് ബംഗളൂരുവിലെ യലഹങ്ക എയർഫോഴ്സ് സ്റ്റേഷൻ. മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് സന്ധ്യ അമേരിക്കാണ്. കൃതി ചോദിച്ചാൽ എന്താ? മരിയ ജസ്റ്റ് മരിയ അല്ലെ. മരിയ വെറും മരിയ. ലോകത്തെ ഉയർന്ന തുകയ്ക്ക് 40 കോടി രൂപയ്ക്ക് വിറ്റുപോയ പശു ചോദിച്ചാൽ വിയറ്റ്നിന 19. പിന്നെ നമ്മൾ പറഞ്ഞു ഒരു കടൽപ്പാലം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ പ്രത്യേകത എന്താ? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലമാണ്. അത് പാമ്പൻ പാലം രാമേശ്വരത്താണ്. ഓക്കെ, മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം. അപ്പോൾ അവിടുത്തെ ഗവർണർ നമ്മൾ പഠിക്കണം എന്ന് പറഞ്ഞു. പേരെന്താ? അജയ് കുമാർ ഭല്ല അല്ലെ. കേരള ടൂറിസം മേഖലയിൽ ആദ്യത്തെ വള്ളത്തിന്റെ പേരാണ് എന്ത്? കതിരവൻ. ഇമ്പോർട്ടന്റ് മാത്രം നമ്മളാണ് ഈ പറഞ്ഞു പോകുന്നത് കേട്ടോ. എങ്ങനെയായാലും പഠിച്ചിരിക്കണേ. 2025 ബ്രിക്സ് ഉച്ചകോടി എവിടെയാണ് നടക്കുന്നത്? റിയോ ഡി ജനീറോ. എവിടെയാ? ബ്രസീലിലാണ് അല്ലേ. പിന്നെ ഡൽഹി മുഖ്യമന്ത്രിയായിട്ട് നാലാമത്തെ വനിതയാണ്. ഡൽഹി മുഖ്യമന്ത്രി ആരാണ്? രേഖ ഗുപ്തയാണ്. രേഖ ഗുപ്ത. ഓക്കെ, ഇനിഷ്യൽ ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. രേഖ ഗുപ്ത 4ാമത്തെ ടൈമാണ്. പ്രതിപക്ഷ നേതാവാണെങ്കിൽ അതിഷി മർലേന. ഓക്കെ, രാജ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് ജ്ഞാനേഷ് കുമാർ ഉണ്ട്. ജ്ഞാനേഷ് കുമാറിന്റെ കൂടെ ആരാ? സുഖ്ബീന്ദർ സിംഗ് സന്ധു ഉണ്ട്. വിവേക് ജോഷി ഉണ്ട്. മുഖ്യം ചോദിച്ചാൽ ജ്ഞാനേഷ് കുമാർ. എത്രാമത്തെ ടൈമാണ്? 26ാമത്തെ ടൈം. ഓക്കെ, നീതി ആയോഗ് റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ലിംഗസമത്വ മേഖലയിലും ഫസ്റ്റ് പൊസിഷനുള്ളത് നമ്മുടെ കൊച്ചു കേരളത്തിനാണ്. സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ ആയിട്ട് BBC തെരഞ്ഞെടുത്തത് ആരെയാണ്? മനു ഭാക്കറിനെയാണ്. പിന്നെ നമ്മൾ കുറച്ച് പുരസ്കാരങ്ങളെ കുറിച്ച് പറഞ്ഞു. മികച്ച ഗ്രാമപഞ്ചായത്തായിട്ടുള്ള മഹാത്മാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഒറ്റശേഖരമംഗലം എന്നുള്ള തിരുവനന്തപുരം ജില്ലയിലെ ഒരു പഞ്ചായത്തിനാണ്. പക്ഷേ സ്വരാജ് ട്രോഫി അതിൽ മികച്ച ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുത്തത് എന്താ? വെളിയന്നൂരാണ്. കോട്ടയം ജില്ലയിലെ വെളിയന്നൂരാണ്. ഇനി സ്വരാജ് ട്രോഫി മികച്ച ജില്ലാ പഞ്ചായത്ത് നമ്മൾ പറഞ്ഞു അത് കൊല്ലാണ്. കോർപ്പറേഷൻ പറഞ്ഞു തിരുവനന്തപുരമാണ്. നഗരസഭ പറഞ്ഞു ഗുരുവായൂരാണ്. പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പറഞ്ഞു പെരുമ്പടപ്പ് എവിടെയാണ്? പെരുമ്പടപ്പ് മലപ്പുറം ജില്ലയിലാണ്. ഓക്കെ, പിന്നെ നമ്മൾ മിസ് വേൾഡ് മത്സരത്തെ കുറിച്ച് പറഞ്ഞു. 72ാമത് മിസ് വേൾഡ് മത്സരമാണ് നടക്കുന്നത്. വേദി ചോദിച്ചാൽ തെലങ്കാനയാണ്. നന്ദിനി ഗുപ്തയാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. ഇനി 71ാമത് നടന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് മുംബൈ ആണ്. ഓക്കെ, റവന്യൂ അവാർഡ് മികച്ച കളക്ടറേറ്റ് തൃശ്ശൂരാണ്. മികച്ച കളക്ടറോ? NSK ഉമേഷ്. ഇനിഷ്യലി ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കണേ. NSK ഉമേഷ് ഏത്
ജില്ലയാണ്? തിരുവനന്തപുരം ജില്ലയിലെ കളക്ടറാണ്. അല്ല, തിരുവനന്തപുരം അല്ല, സോറി, എറണാകുളം ജില്ലയിലെ കളക്ടറാണ്. 2025 ഗുരുവായൂർ ദേവസ്വം ബോർഡ് കൊടുക്കുന്ന ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അത് പ്രൊഫസർ ആയിട്ടുള്ള KP ശങ്കരൻ. 2024 ആണെങ്കിൽ രാധാകൃഷ്ണൻ കാക്കശ്ശേരി. ഡൽഹിയിലെ ആദ്യത്തെ ഇത് നമ്മൾ പറഞ്ഞു. പിന്നെന്താ, പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഡിജിറ്റൽ പൈലറ്റ് ലൈസൻസ് ചൈനയ്ക്ക് ശേഷം കൊടുക്കുന്നതാണ് ഇന്ത്യ. രണ്ടാമത്തെ രാജ്യം ഇപ്പോൾ ഇന്ത്യയാണ്. ഇലക്ട്രോണിക് പേഴ്സണൽ ലൈസൻസ് എന്നാണ് എന്താ ഇതിൻ്റെ ഒരു പേര്, ഇലക്ട്രോണിക് പേഴ്സണൽ ലൈസൻസ്. തുഹിൻ കാന്ത് പാണ്ഡെ ആരാണ്? സെബിയുടെ പുതിയ ചെയർമാൻ തുഹിൻ കാന്ത് പാണ്ഡെ. പിന്നെ പേപ്പർ ബാഗ് സംരംഭം ചൂരൽമല മുണ്ടക്കൈ അതിജീവിച്ച വനിതകളുടെ ഒരു കൂട്ടായ്മ ഉള്ള ഒരു പേപ്പർ ബാഗ് സംരംഭമാണ് എന്ത്? ബെയിലി എന്ന് പറയുന്നത്, ബെയിലി. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു കതിർ ആപ്പിനെ കുറിച്ച് പറഞ്ഞു. സംസ്ഥാനത്തെ വി പാർക്ക് വരുന്നത് എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു, കൊല്ലം ജില്ലയിലാണ് വി പാർക്ക് വരുന്നത്. കടമിനിട്ട രാമകൃഷ്ണ പുരസ്കാരം കിട്ടിയത് ഡോക്ടർ M ലീലാവതിക്കാണ്. പിന്നെ അർമാൻഡെ ഡുപ്ലന്റിസസ് ആണ് എന്ത്? പോൾ വാൾട്ടിൽ എപ്പോഴും തുടർച്ചയായ റെക്കോർഡുകൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആള്. ഉത്തരാഖണ്ഡിലെ ഹിമപാതത്തെ തുടർന്ന് നമ്മൾ പറഞ്ഞു കരസേന രക്ഷാപ്രവർത്തനം നടത്തി. അപ്പോൾ കരസേനയിലെ ഒരു വിങ് ആണ് എന്ത്? ഐബെക്സ് ബ്രിഗേഡ് എന്ന് പറയുന്നത്. ഹൈ ആൾട്ടിറ്റ്യൂഡിലെ റെസ്ക്യൂ മിഷന് വേണ്ടി പ്രത്യേകം ട്രെയിൻ ചെയ്തിട്ടുള്ളതാണ് എന്ത്? ഐബെക്സ് ബ്രിഗേഡ് എന്ന് പറയുന്ന ഒരു സൈനിക സംവിധാനം. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു മൊബൈൽ വേൾഡ് കോൺഗ്രസ് ബാഴ്സലോണയിൽ വെച്ചാണ് നടക്കുന്നത്. പിന്നെ എടശ്ശേരിക്കാർ എന്നുള്ള കഥാസമാഹാരം KP രാമനുണ്ണി രചിച്ചതാണ്. ഓക്കെ. പിന്നെ രഞ്ജി ട്രോഫി ഇമ്പോർട്ടൻ്റ് ആണ്. രഞ്ജി ട്രോഫി കിട്ടിയത് ആർക്കാണ്? വിദർഭയ്ക്കാണ് കിട്ടിയത്. കേരളത്തിന് തോൽപ്പിച്ചു. കേരളത്തിന്റെ ക്യാപ്റ്റനും കൂടി പഠിച്ചിരിക്കുക. സച്ചിൻ ബേബിയാണ് ക്യാപ്റ്റൻ. ഓപ്പറേഷൻ ഫീനിക്സ് ലഹരിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ, ലഹരിക്കെതിരെയുള്ള ഒരു അവബോധം സൃഷ്ടിക്കാനൊക്കെ വേണ്ടിയുള്ളതാണ് എന്ത്? ഓപ്പറേഷൻ ഫീനിക്സ് എന്ന് പറയുന്നത്. പിന്നെ 32 ടീമുകളെ ഉൾപ്പെടുത്തി ഫിഫ ക്ലബ്ബ് ഫുട്ബോൾ ലോകകപ്പിന് വേദിയാവുന്ന രാജ്യം ചോദിച്ചാൽ USA ആണ്. മാർച്ച് 8 നമ്മൾ പറഞ്ഞു അന്താരാഷ്ട്ര വനിതാ ദിനമാണ്. അതിന്റെ തീമാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ, സമത്വം, അതുകൂടാതെ സംരക്ഷണം, ശാക്തീകരണം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, കൂട്ടുകാരിലേക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്